ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ നമുക്ക് നോമ്പിന് കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജോലിയൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സ്നാക്സിനൊക്കെ ആവശ്യമുള്ളതാണല്ലോ ബ്രെഡ് ക്രംസ്. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ബ്രെഡ് ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ കളറാക്കുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെക്കാം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ആവശ്യം നേരത്തെ ഇതിന്ന് ആവശ്യമുള്ളത് എടുക്കുക, എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വീണ്ടും എടുത്ത് വയ്ക്കുക. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തോല് കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളമില്ലാതെ അടിച്ചെടുത്തിട്ട് ഇത് അതേപോലെ കഷ്ണാക്കി വെക്കുക കേട്ടോ. നമുക്ക് എത്രയാണോ ഒരു ദിവസം ആവശ്യമുള്ള എമൗണ്ട്, അപ്പോൾ അതേപോലെ നമ്മളിതൊന്ന് ക്യൂബ്സ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ എളുപ്പമുണ്ടാവും. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ നമ്മളൊരു ജസ്റ്റ് ഒരു വരയൊക്കെ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ ക്യൂബാക്കിയിട്ട് എടുക്കുക. അത് സിബ്ലോക്ക് ബാഗിലാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഞാനിതാ ഗരം മസാല ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പെരിഞ്ജീരകം, അതുപോലെ ഏലക്കായ, പിന്നെ കുറച്ച് കറുവപ്പട്ട. ബാക്കിയുള്ളത് ഞാൻ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സർവ്വസുഗന്ധിയുടെ ഇലയാണ് ഇടാറുള്ളത് കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കുരുമുളക് നന്നായിട്ട് കഴുകി വറുത്തിട്ട് ഇതാ പൊടിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് തേങ്ങ അല്ലേ. കറികൾക്ക് തേങ്ങ വറുത്തതും വറുക്കാത്തതൊക്കെ നമുക്ക് ഇതേപോലെ കഷ്ണാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ചിരകിയ പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കുറച്ചെടുത്തിട്ട് വറുക്കുകയാണ് കേട്ടോ. വറുത്തിട്ട് നമുക്ക് പൊടിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചെടുക്കുക, എന്നിട്ട് കറികളിലേക്ക് ഇട്ടാൽ മതി. ആ നേരത്ത് നമ്മൾ ചിരകാനോ വറക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതേപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇത് നിൽക്കും കേട്ടോ. ഞാനിതാ തേങ്ങ കുറച്ച് ഇതേപോലെ സിബ്ലോക്ക് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് തുറന്നിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക്